അവള് പ്രഗ്നന്റ് ആയാലും നീ അധികം സന്തോഷിക്കണ്ട. അവന്തിക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം. ആരെങ്കിലും കേട്ട അതിന്റെ നാണക്കേട് നിനക്കും കൂടിയാ. എനിക്കൊരു നാണക്കേടുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാനതങ്ങ് സഹിച്ചു. അവസരം കിട്ടിയാൽ ആരെയും പിന്നിൽ നിന്ന് കുത്തുന്നവനാ നീയെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും നാള് നിനക്ക് ചെല്ലും ചെലവും തന്ന് കൂടെ കൊണ്ടു നടന്ന എന്നോട് ഇത് കാണിക്കുന്നു ഞാൻ കരുതിയില്ല. ഞാൻ നിന്നോട് മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലേ? പിന്നെ പുരാണത്തിലൊക്കെ കേൾക്കുന്ന പോലെ അവക്ക് ദിവ്യഗർഭം ഉണ്ടായതായിരിക്കും അല്ലേ? നീയൊന്നും മതിയാക്ക്. ഇതിങ്ങനൊന്നും പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സംഭവിച്ചു പോയി. ഇതിനുള്ള മറുപടി നിനക്ക് തരേണ്ടത് വാക്കുകൊണ്ടല്ല, പക്ഷെ സാഹചര്യം മോശമായിപ്പോയി. ഒരു കാര്യം നീ ഓർത്തോ, എന്നെ ചതിച്ചിട്ട് അവള് പ്രസവിക്കുന്ന ആ കുഞ്ഞിനെ ഈ തറവാട്ടി വളർത്താന്ന് നീ വിചാരിക്കണ്ട. അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമുണ്ടല്ലോ. അതിനിടയില് എങ്ങനെയെങ്കിലും ഞാനതിനെ ഇല്ലാതാക്കും. എനിക്കില്ലാതെ പോയത് അവളുടെ വയറ്റിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ മരിക്കണം. ആ മോളെ, ഇനി നീയാ മധുരം കൊടുക്കേണ്ടത്. എന്റെ ജീവിതത്തിലെ ഈ മധുരമെല്ലാം ഏട്ടത്തിയുടെ സമ്മാനമാണ്. ഹലോ, ഇപ്പൊ കണ്ടോ? ഇതാണ് കുടുംബം. ഇനിയെങ്കിലും ഇതിനകത്ത് വിഷം ചേർക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ എന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഈ നെല്ലിശ്ശേരിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കില്ല. എന്നെ ചതിച്ചവന്റെ കുഞ്ഞ് ഈ നെല്ലിശ്ശേരിയുടെ മുറ്റത്ത് കാലുകുത്തില്ല. ഇപ്പോഴത്തെ ഈ മധുരം കൊടുക്കലിന്റെ സന്തോഷം മരണ വീടിന്റെ കരച്ചിലാക്കി മാറ്റി ഞാൻ. ഈയടി നീ ചോദിച്ചു വാങ്ങിയതാ. ചതിയനാ നീ, കൊടും ചതിയൻ. എന്റെ ചങ്കിലൊരു കത്തി കുത്തി ഇറക്കിയിട്ട് നീ സന്തോഷിക്കുകയാണല്ലേ? ആണുങ്ങളെ തല്ലുന്നത് അത്ര നല്ല ലക്ഷണമൊന്നുമല്ല. അങ്ങനെയുള്ള സ്ത്രീകളെ മറ്റു സ്ത്രീകൾക്ക് പോലും ഇഷ്ടമല്ല. തൽക്കാലം നീ ചെയ്തത് ഞാനും ക്ഷമിച്ചു. കാരണം
നീ പറഞ്ഞതുപോലെ എനിക്കിന്ന് സന്തോഷമുള്ളൊരു ദിവസം തന്നെയാ. പക്ഷെ അത് എന്റെ മാത്രം സന്തോഷമല്ല, ഈ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷമാ. ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. പണ്ട് നീ ഇതുപോലൊരു സന്തോഷം എനിക്കും തന്നിരുന്നു. അതധികം നാൾ നീണ്ടു നിന്നില്ല. അന്ന് എന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ നീ എന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എനിക്കൊരു വാക്ക് തന്നത് നീ ഓർക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പകരം ചോദിക്കുന്ന അന്ന് നീ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നീ എന്നെ മോഹിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ നീ എന്താ ചെയ്തേ? ഞാൻ ആഗ്രഹിച്ച നീ അവക്ക് കൊടുത്തു. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ ധനുഷല്ല ഞാനിപ്പോ. അന്ന് എനിക്ക് ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. ബന്ധങ്ങളുടെ വില എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്നേഹമുള്ളൊരു ഭാര്യ, അച്ഛൻ, ഏട്ടന്മാർ, ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് പേരെന്റെ ചുറ്റിലുമുണ്ട്. ഇതൊക്കെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ. അങ്ങനെ എന്റെ നെഞ്ചി തീ കോരിയിട്ടിട്ട് നീ സന്തോഷിക്കണ്ട. ഇപ്പൊ നീ അനുഭവിക്കുന്ന സന്തോഷങ്ങളെല്ലാം എന്റെ ദയാ, എന്റെ ദാനോ. അത് നീ മറക്കരുത്. എന്റെ ലൈഫിൽ ഉണ്ടാവാത്ത ഒരു സന്തോഷവും നിന്റെ ലൈഫിൽ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നീ ഇപ്പൊ ഒരു വാക്ക് തരണം. എന്തു വാക്ക്? ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. സ്നേഹയുടെ വയറ്റി വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ആ വാക്ക് നീ പാലിക്കാൻ വേണം. നീ ഇത് പറയുന്ന എനിക്കറിയായിരുന്നു. പറയുക മാത്രമല്ല, നീ ഇതിനേക്കാൾ വലിയ ക്രൂരതകൾ പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്കറിയാതെ. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോഴൊന്നും എനിക്ക് അത്ഭുതമൊന്നുമില്ല. നീ എന്നെ പരിഹസിക്കാണോ? നീ ഇപ്പൊ പറഞ്ഞ നെറുകേടിന്റെ ആഴം എത്ര വലുതാണെന്ന് നിനക്കറിയോ?